ഹായ് ഫ്രണ്ട്സ്, കുറേയായി ഇങ്ങനെ മുഖം കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാത്തത്. ഇന്നിപ്പം എന്താണ് വന്നതെന്ന് വിചാരിച്ചാല് നമ്മുടെ ന്യൂനമർദ്ദം, അപ്രതീക്ഷിതമായിട്ട് വന്ന ന്യൂനമർദ്ദം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വഴിയോര കച്ചവടക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിന്റെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകൾ, അവരുടെ ആ ഒരു സാധന സാമഗ്രികൾ ഒന്ന് തുറന്ന് പ്രദർശിപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മഴേന്റെ ബുദ്ധിമുട്ട്, ആ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓണം വിപണി പ്രതീക്ഷിച്ചിട്ട് കണ്ണൂര് പോലീസ് മൈതാനി ഗ്രൗണ്ടിൽ വന്ന ഫെയറിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് നിങ്ങൾ കാണുന്നത്. മഴ പെയ്ത് ചെളിക്കുളമായിട്ടാണ് ഉള്ളത്. ആളുകളും വളരെ കുറവാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടറെല്ലാം കാലിയായിട്ടാണ് ഉള്ളത്. തൊട്ടപ്പുറത്ത് നമ്മുടെ കൈത്തറി വസ്ത്ര വിപണന മേള നടക്കുന്നുണ്ട്. അവിടെയും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ആള് കുറവ് തന്നെയാണ്. പിന്നെ നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയം കോർണറാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ സാധാരണ കച്ചവടക്കാർക്കായാലും, അതായത് സ്ഥിരം കച്ചവടക്കാർക്കായാലും, അതുപോലെ തന്നെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് വഴിയോര കച്ചവടം നടത്തുന്നവർക്കായാലും നല്ലൊരു കച്ചവടം ലഭിക്കുന്ന സീസണാണ് ഈ ഓണം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. മഴ പെയ്തിട്ട് ചട്ടിയിലെല്ലാം വെള്ളം കയറിയ ഒരവസ്ഥ നിങ്ങൾ നേരത്തെ കണ്ടു. നമ്മുടെ ആ ഒരു തുണിയും മറ്റ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത കവറ് പോലും തുറന്ന് ജനങ്ങളെ ഒന്ന് കാണിച്ച് കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ കണ്ണൂർ നഗരം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം ഇപ്പോഴും മഴ ചെറുതായി പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പൂക്കളെല്ലാം കണ്ടില്ലേ, എല്ലാം അടച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ചെടി വെക്കുന്ന ചേട്ടന്മാരെല്ലാം പറഞ്ഞതെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഒന്ന് വന്നെങ്കിലല്ലേ നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റൂലൂ എന്നുള്ളതാണ് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. വീടുകളിൽ നിന്ന് ആള് പുറത്തിറങ്ങാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഉള്ളത്. ഇത് നമ്മുടെ അവിടുത്തെ സ്ഥിരമായി നടക്കുന്ന വഴിയോര കച്ചവട കേന്ദ്രമാണ്. അവിടെയും ആളൊന്നുമില്ല, വളരെ കാലിയായിട്ടാണ് റോഡും എല്ലാം കാണുന്നത്. പിന്നെ ഈ കാണുന്നത് അവരൊന്ന് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ തുറന്ന് നോക്കുന്നതാണ്. എന്തായാലും പൂക്കളെല്ലാം അവിടെ തന്നെ കെട്ടിക്കിടക്കുമെന്ന്, കച്ചവടം കുറവാണ്. ഞാൻ വന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യവും കൂടി നിങ്ങളോട് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അതായത് വെച്ചാൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കുന്ന് ഇടത്തോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ യോഗശാല റോഡിൽ കാണുന്ന ഒരു പ്രധാന സംഭവമാണിത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. വാഹനങ്ങളുടെ മീറ്ററെല്ലാം തകരാറിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നന്നാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇടമാണ് മീറ്റർ റിപ്പയറിംഗ് സെൻറ്റർ.